ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാങ്ങാ സീസണൊക്കെ ആണല്ലോ. പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും ചനച്ച മാങ്ങയൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു കാലമാണ് ഈ മാങ്ങാ സീസൺ കാലം. ഈ ചൂടുകാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ സ്വല്പം എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു അടിപൊളി ജ്യൂസ് നമുക്കൊന്ന് ഈ മാങ്ങ കൊണ്ട്, ചനച്ച മാങ്ങ കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇത് കാണുമ്പോൾ പഴുത്തുക്കണു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിന് നല്ല പുളിയാണ് ഉള്ളത്. ഈ ചൂടുകാലത്ത് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ജ്യൂസാണ് ഇത്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാനൊരു 2-3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം, ചെറുതായി നുറുക്കിയെടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന മാങ്ങയും പച്ചമുളകും പുതിനയിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അവനവൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു നമ്മളതുകൊണ്ടൊരു ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ ഒരു സന്തോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട്. മാങ്ങ നല്ല ബലമാണ് ഉള്ളത്, ചെനച്ച മാങ്ങ. ഇത് കളർ കാണുമ്പോൾ നല്ല പഴുത്ത മാതിരി തോന്നുന്നെങ്കിലും അത്യാവശ്യം നല്ല പുളിയുള്ള ചെനച്ച മാങ്ങയാണ് ഇത്. ഒരു 3 മാങ്ങയാണ് ഞാനിതിന് വേണ്ടി നുറുക്കി ചെറുതാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 2-3-4 തണ്ട് പുതിനയില പൊട്ടിക്കാം. ഒരു 4 തണ്ടൊക്കെ മതിയാവും കേട്ടോ. നിങ്ങൾക്ക് അത്രയും പുതിനയുടെ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിനയിലയുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങളൊരു 2-3-4 തണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവറാണ് തരിക. ഇനി നമുക്കൊരു 2 പച്ചമുളക് എടുക്കാം. പച്ചമുളക് അധികം എരിവില്ലാത്തത് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഞാൻ മൂപ്പ് കുറഞ്ഞ പച്ചമുളക് നോക്കിയിട്ട് 2 പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ് പൊട്ടിച്ചെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇനി ജ്യൂസ് അടിക്കാൻ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഈ ഇഞ്ചിയും മാങ്ങയും പച്ചമുളകും നമ്മുടെ പുതിനയിലയും കൂടി കൂട്ടിയാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പഞ്ചസാര ഒക്കെ ആഡ് ചെയ്താലാണ് നമ്മുടെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് നമ്മുടെ ജ്യൂസ് നല്ല ടേസ്റ്റുള്ള സൂപ്പർ ജ്യൂസായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഫസ്റ്റായി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച 3 മാംഗോയുടെ കഷ്ണങ്ങളാണ്, ചെറുതായി നുറുക്കിയ 3 മാംഗോയുടെ കഷ്ണങ്ങളാണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എരിവ് അധികമില്ലാത്ത ചെള്ള് പച്ചമുളകാണ് 2 ഇട്ട് കൊടുത്തത്. ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട്, നല്ല എരിവ് വേണ്ട. നമ്മുടെ പുതിനയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. ഈ ഉപ്പ് നിങ്ങൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത് കേട്ടോ. അത് നമ്മുടെ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഉപ്പ്, 2 കല്ലുപ്പ് ഇടുമ്പോൾ കിട്ടുന്നത്. ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക. ഇതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. നല്ല ഫൈനായി അരിഞ്ഞു കിട്ടുന്നത് വരെ അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ ജ്യൂസ് അല്ല അടിച്ചെടുത്തിട്ടുണ്ട്. ചനച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളറും ഗ്രീൻ കളറും പാടെ കൂടിയ ഒരു ഷെയ്ഡാണ് നമുക്ക് നമ്മുടെ ജ്യൂസിന് കിട്ടിയിരിക്കുന്നത്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല രസമുള്ളൊരു ജ്യൂസാണിത്. ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ ഒക്കെ കിട്ടുമ്പോൾ, പച്ചമാങ്ങയോ അതേമാതിരി ചനച്ച മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ച് കുടിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ കിട്ടിയാലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കും. ഒരടിപൊളി റീഫ്രഷിംഗ് ആണ് ഈ ഹെൽത്തി ജ്യൂസ് കുടിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോകൾ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളെല്ലാവരും നമ്മളുടെ ലിങ്കിലൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.